ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ കൃഷ്ണ തിരികെ വീട്ടിൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. മുമ്പുണ്ടായിരുന്ന മൂകതയിൽ നിന്നും അവൾക്കിപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ജെസ്സിയോടും ജോബിനോടും അമ്മമാരോടുമെല്ലാം അവൾ പഴയതുപോലെ അല്ലെങ്കിലും ചെറുതായൊക്കെ മിണ്ടാനും തമാശ പറയാനും എല്ലാം തുടങ്ങി. അവളുടെ വാശികളും പോയ പോലെ തന്നെ തിരിച്ചു വന്നു. അപ്പോഴും ഏറ്റവും വലിയ വാശി ജോയൽ തന്നെയാണ്. സദാസമയവും ജോയൽ അവൾക്കരികിൽ വേണം. അവനെ 1 മിനിറ്റ് കണ്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങും. പിന്നെ അത് വലിയ കരച്ചിലും പിണക്കത്തിലും അവസാനിക്കും. അത് പേടിച്ച് ജോയൽ ഇപ്പോൾ ഓഫീസിൽ പോലും പോകാതെ സദാസമയം കൃഷ്ണയ്ക്കരികിൽ തന്നെ ഇരിക്കുകയാണ്. വല്യപ്പച്ചനും ജെസ്സിയുമാണ് ഇപ്പോൾ കൃഷ്ണയുടെ പാർട്ണേഴ്സ്. ഒരു പണിയുമില്ലാതെ എല്ലാവരെയും ട്രോള് ജീവിക്കുകയാണ് മൂന്നാളും. കൃഷ്ണ വന്ന ദിവസം മുതൽ ജാൻസിയും ബോൾസനും അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയായിരുന്നു നടപ്പ്. മുമ്പുള്ളതുപോലെ കുത്തുവാക്കുകളോ പരിഹാസമോ ഒന്നും ഇപ്പോൾ അവരിൽ നിന്ന് കൃഷ്ണയ്ക്ക് കിട്ടാറില്ല. എങ്ങാനും അറിയാതെ മുഖത്തോട് മുഖം കണ്ടുപോയാൽ ജാൻസി വേണേ വേണ്ട എന്ന പോലെ ഒന്ന് ചിരിക്കും. പക്ഷേ കൃഷ്ണ ഇപ്പോൾ പഴയതുപോലെ അല്ല. അവളെ ദ്രോഹിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്ത എല്ലാവരെയും അവൾക്കിപ്പോൾ പേടിയാണ്. ജാൻസിയെയോ പോൾസനെയോ അറിയാതെ മുന്നിൽപ്പെട്ടാൽ കൃഷ്ണ പേടിയോടെ അവൾക്കരികിൽ നിന്ന് ഓടിപ്പോവും. അവളുടെ പേടി മനസ്സിലായതുകൊണ്ട് തന്നെ ജാൻസിയും പോൾസനും അധിക ദിവസം കുരിശിങ്കൽ നിന്നില്ല. കൃഷ്ണ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ തിരികെ കളരിക്കലേക്ക് പോയി. ജോബിനും കാശിയും ജിബിനെ തേടി തോട്ടത്തിലേക്ക് പോയെങ്കിലും നിരാശയായിരുന്നു ഫലം. അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അവനെ തേടിയുള്ള അലച്ചിലാണ് രണ്ടാളും. അവൻ പോകാനിടയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഇതിനോടകം അവർ പോയി കഴിഞ്ഞു. പക്ഷേ ഒരിടത്തു നിന്നും ജിബിനെ കിട്ടിയില്ല. ബെഡിന്റെ ഹെഡ്ബോർഡിൽ ചാഞ്ഞിരുന്ന് ലാപ്പും മടിയിൽ വെച്ച് എന്തോ വർക്ക് ചെയ്യുകയാണ് ജോയൽ. അവന്റെ തൊട്ടടുത്ത് തന്നെ അവന്റെ വയറിലൂടെ കൈചുറ്റി ബെഡിൽ മുഖം അമർത്തി വെച്ച് കമഴ്ന്ന് കിടന്നുറങ്ങുകയാണ് കൃഷ്ണ. ജോയലിന്റെ ഇടം കൈ അവളുടെ തലയിൽ തഴുകുന്നുമുണ്ട്. കൃഷ്ണ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതയോടെ മൂളുന്നുണ്ട്. ജോയലിന്റെ കണ്ണുകൾ സംശയത്തോടെ ചുരുങ്ങി. അവൻ ലാപ്ടോപ്പ് മാറ്റിവെച്ച് അവളെ പിടിച്ച് നേരെ കിടത്തി. കൃഷ്ണ അസ്വസ്ഥതയോടെ തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നു. എന്തു പറ്റി? എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടോ നിനക്ക്? അവളുടെ നെറ്റിയിലും കഴുത്തിലുമെല്ലാം കൈ ചേർത്തുകൊണ്ട് ജോയൽ സംശയത്തോടെ ചോദിച്ചു. അവൾ ഇല്ലെന്ന് തലയനക്കി. പിന്നെന്താ, ഉറക്കം വരുന്നില്ലേ? അവൻ അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് വയറ് വേദനിക്കുന്നു ജോ. കൃഷ്ണയുടെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പി. വേദനയോ? എന്താ മോളെ, എന്തു പറ്റി? ഹോസ്പിറ്റലിൽ പോണോ? ജോയൽ പേടിയോടെ വേഗം എഴുന്നേറ്റ് നേരെ ഇരുന്നുകൊണ്ട് അവളെയും എഴുന്നേൽപ്പിച്ചിരുത്തി. വേണ്ട, അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. കൃഷ്ണ, എന്താടാ, എന്താണെങ്കിലും പറയ്. നീ മരുന്ന് കഴിച്ചില്ലേ? അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ ആദിയോടെ ചോദിച്ചു. കൃഷ്ണ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ജോയലിന്റെ കണ്ണുകൾ പതിഞ്ഞത് മറ്റൊന്നിലായിരുന്നു. കൃഷ്ണ കിടന്നിടത്ത് ബെഡ്ഷീറ്റിലെല്ലാം അവിടെ ഇവിടെയായി ബ്ലഡ് പടർന്നിരിക്കുന്നു. അവന്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. പക്ഷേ നിമിഷങ്ങൾക്കകം അവന്റെ മുഖത്തെ ടെൻഷൻ മാറി അവിടെ ആശ്വാസം നിറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് കൃഷ്ണയെ ഡിസ്ചാർജ് ചെയ്ത ദിവസം ഡോക്ടർ പറഞ്ഞ കാര്യം അവന്റെ മനസ്സിലേക്ക് വന്നു. കൃഷ്ണയ്ക്ക് ഇപ്പോഴും ഇനി കുട്ടികൾ ഉണ്ടാകുമോ എന്ന സംശയമുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഈ അവസ്ഥയിലുള്ള എല്ലാ പെൺകുട്ടികളും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണിത്. കൃഷ്ണയ്ക്ക് പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇനിയുള്ള ഒരു കാര്യം പീരീഡ്സ് ആണ്. ഇനി വരുന്ന മാസം മുതൽ പഴയതുപോലെ കൃഷ്ണയ്ക്ക് റെഗുലറായി പീരീഡ്സ് ആവുകയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. മെഡിസിൻസ് എല്ലാം മുടങ്ങാതെ കഴിക്കാൻ പറയണം കൃഷ്ണയോട്. പിന്നെ അടുത്ത മാസം പീരീഡ്സ് ആവുകയാണെങ്കിൽ പിന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യവുമില്ല. കൃഷ്ണ, നീ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വന്നേ. നിനക്ക് പീരീഡ്സ് ആയെന്ന് തോന്നുന്നു. ഓർമ്മകളിൽ നിന്ന് ഉണർന്നുകൊണ്ട് ജോയൽ വേഗം കൃഷ്ണയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അവൾ വേഗം അവനിൽ നിന്ന് വിട്ടുമാറി തന്റെ ഡ്രസ്സിലേക്കും ബെഡിലേക്കും നോക്കി. ഡ്രസ്സിലും ബെഡിലും എല്ലാം ബ്ലഡ് പറ്റിയിരിക്കുന്നത് കണ്ട് കൃഷ്ണയ്ക്ക് സങ്കടം വന്നു. അവൾ ജോയലിനെ നോക്കി ചുണ്ട് വിതുമ്പി. സോറി ജോ, ഞാൻ അറിഞ്ഞില്ല. അവൾ സങ്കടത്തോടെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഹേയ്, അതിനെന്തിനാ കരയുന്നത്? അത് കഴുകിയാൽ പോവില്ലേ? നീ വേഗം പോയി ഫ്രഷ് ആയി വാ. അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു. അവളും അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബെഡിൽ നിന്നും ഇറങ്ങി ബ്ലഡ് പറ്റിയ ഷീറ്റും വലിച്ചെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. അവൾ വാഷ്റൂമിൽ കയറി ഡോർ അടയ്ക്കുന്നത് കണ്ടുകൊണ്ട് ജോയൽ വാർഡ്രോബ് തുറന്ന് അതിൽ നിന്ന് അവൾക്ക് മാറിയിടാനുള്ള ഡ്രസ്സും എടുത്തു ഡോറിനടുത്തേക്ക് ചെന്നു. കൃഷ്ണ, ഈ ഡോറൊന്ന് തുറന്നേ, നിനക്ക് ഡ്രസ്സ് വേണ്ടേ? അവൻ വിളിച്ചപ്പോഴാണ് ഡ്രസ്സിന്റെ കാര്യം അവളും ഓർക്കുന്നത്. അവൾ ബിന്നിലിട്ട ഷീറ്റ് എടുത്ത് ദേഹം മറച്ചുകൊണ്ട് ഡോർ തുറന്ന് അവന്റെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങി. നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പല്ലേ കൃഷ്ണ? ഞാൻ കൂടി വരണോ? അവളുടെ വാടിയ മുഖത്തേക്ക് നോക്കി ജോയൽ പേടിയോടെ ചോദിച്ചു. വേണ്ട ജോ, എനിക്കൊന്നുമില്ല, വേഗം വരാം. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഡോറടച്ചു. ജോയലും ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു. കുളി കഴിഞ്ഞ് കൃഷ്ണ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോയൽ റൂമിൽ ഉണ്ടായിരുന്നില്ല. അവൾ സംശയത്തോടെ റൂമിലെല്ലാം കണ്ണുകൾ കൊണ്ട് അവനെ തിരഞ്ഞു. ബാൽക്കണിയിൽ ഉണ്ടാകുമെന്ന് കരുതി അവൾ അവിടേക്ക് ഇറങ്ങി നോക്കി. പക്ഷേ അവിടെയും അവനുണ്ടായിരുന്നില്ല. അവൾ സംശയത്തോടെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ജോയൽ പുറത്തു നിന്ന് കയ്യിലൊരു കപ്പുമായി അവിടേക്ക് കയറി വന്നു. നീ എവിടെ പോയതാ ജോ? ഞാൻ ഇവിടെയൊക്കെ നിന്നെ നോക്കി. കൃഷ്ണ പരിഭവത്തോടെ പറഞ്ഞു. ഞാൻ എവിടെയും പോയതല്ല പെണ്ണെ.
നിനക്ക് കാപ്പി ഉണ്ടാക്കാൻ പോയതാ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കപ്പ് ടേബിളിലേക്ക് വെച്ചു. കാപ്പിയോ? ആ, വെറും കാപ്പിയല്ല, നല്ല ഒന്നാം തരം ചുക്ക് കാപ്പി. കൃഷ്ണ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ ജോയൽ ഗമയോടെ പറഞ്ഞു, എനിക്ക് കാപ്പി വേണ്ട ജോ. ടേബിളിലിരിക്കുന്ന കപ്പിലേക്ക് നോക്കി കൃഷ്ണ മുഖം ചൊളിച്ചു. എന്ത് വേണ്ടെന്നോ? നിനക്ക് കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. നിനക്കല്ലേ വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞത്, അത് മാറാനാ ഇത് കുടിക്കുന്നത്. മര്യാദയ്ക്ക് കുടിച്ചോ. അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ടവൽ പിടിച്ചു വാങ്ങി അവളുടെ തല നല്ലതുപോലെ തുടച്ചു കൊടുത്തു അവൻ. എന്നിട്ട് അവളെ പിടിച്ച് കണ്ണാടിക്ക് മുന്നിലെ ചെയറിലിരുത്തി കുറച്ച് രാസനാദി പൊടിയെടുത്ത് നെറുകയിൽ ഇട്ട് നന്നായി തേച്ചു കൊടുത്തു. പിന്നെ നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും വെച്ച് കൊടുത്തിട്ട് ടേബിളിലിരുന്ന കപ്പെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു അവൻ. ചൂടാറുന്നതിന് മുമ്പ് വേഗം കുടിക്ക്, ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് ഇരുന്നു. അവൾ അവനെ നോക്കി ചുണ്ടു മലർത്തി കാണിച്ചു. അധികം ഉന്തി പുറത്തേക്കിടണ്ട, വേഗം കുടിക്കാൻ നോക്ക്. അവന്റെ ഭാഗത്തു നിന്ന് ഇതിന് ഒരു അയവും കിട്ടില്ലെന്ന് അറിയുന്നത് കൊണ്ട് കൃഷ്ണ പതിയെ കപ്പ് ചുണ്ടോട് അടുപ്പിച്ചു. പക്ഷേ കപ്പിൽ നിന്ന് വരുന്ന കൊതിയൂറുന്ന വാസന കൃഷ്ണയുടെ കണ്ണുകൾ വിടർന്നുപോയി. കരിപ്പട്ടിക്കൊപ്പം ചുക്കും കുരുമുളകും തുളസിയിലയും ചേർന്ന സമ്മിശ്ര ഗന്ധം അവളുടെ നാസികയിലേക്ക് തുളഞ്ഞു കയറി. കൃഷ്ണ കൊതിയോടെ ആ വാസന മുകളിലേക്ക് വലിച്ചെടുത്തു. ഇത് നീ ഉണ്ടാക്കിയതാണോ ജോ? കൃഷ്ണ ആശ്ചര്യത്തോടെ അവനെ നോക്കി ചോദിച്ചു. ആ പെണ്ണെ, അല്ലാതെ ഈ രാത്രിയിൽ ഇതുണ്ടാക്കി തരാൻ ആര് വരാനാ? നീ വേഗം അത് കുടിക്ക്, ഇപ്പോൾ തന്നെ ചൂടെല്ലാം പോയിട്ടുണ്ടാകും. കൃഷ്ണ പതിയെ കപ്പ് ചുണ്ടോട് മുട്ടിച്ച് കാപ്പി കൊതിയോടെ ഊതി ഊതി കുടിക്കാൻ തുടങ്ങി. അവളത് കുടിക്കുന്നത് നോക്കി ജോയൽ ഒരു പുഞ്ചിരിയോടെ ഇരുന്നു. അവളത് മുഴുവൻ കുടിച്ചു കഴിഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ച് അവൻ ബെഡിലേക്ക് വന്ന് കിടന്നു. അവന്റെ നെഞ്ചിലേക്ക് തല വെച്ചുകൊണ്ട് കൃഷ്ണ അവന്റെ മുഖത്തേക്ക് നോക്കി. ഉറങ്ങിക്കോ, ഒന്ന് കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് അവൻ വാത്സല്യത്തോടെ പറഞ്ഞു. അതിനൊപ്പം അവൻ അവളുടെ വയൽ പതിയെ ഉഴിഞ്ഞുകൊടുത്തു. അവന്റെ ശരീരത്തിന്റെ ചൂടിലും അവന്റെ കൈകൾ തഴുകുന്ന ആശ്വാസത്തിലും കൃഷ്ണയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. തന്റെ പ്രാണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും എപ്പോഴോ മയങ്ങി. നീ എന്നാ തറവാട്ടിൽ വന്ന് എന്നെ പെണ്ണ് ചോദിക്കുന്നത്? കാശിയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ജെസ്സി പരിഭവത്തോടെ ചോദിച്ചു. അതിനൊക്കെ ഇനിയും സമയമില്ല ജെസ്സി. ഇപ്പോൾ എൻ്റെ തലയിൽ അതൊന്നും കയറില്ല. ജീവനെ കണ്ടെത്തുന്നത് വരെ മറ്റൊരു കാര്യത്തിൽ നീ എന്നെ ഫോഴ്സ് ചെയ്തത്, അത് നിനക്ക് തന്നെ ദോഷം ചെയ്യും. അവളുടെ മുഖത്തേക്ക് നോക്കി കാശി ഗൗരവത്തോടെ പറഞ്ഞു. അതിന് നീ ഇങ്ങനെ ചൂടാവുന്നത് എന്തിനാ? ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ജെസ്സിയുടെ ചുണ്ട് കൂർത്തു. അവർ അവനിൽ നിന്നും പരിഭവത്തോടെ മുഖം തിരിച്ചു. ജെസ്സി, നിനക്ക് വിഷമമായോ ഞാൻ അങ്ങനെ പറഞ്ഞത്? അവളുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടുന്ന നീർമണിയിലേക്ക് നോക്കി കാശി വേദനയോടെ ചോദിച്ചു. അവളോട് എടുത്തടിച്ചതുപോലെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി അവന്. അവൻ ചോദിച്ചിട്ടും ജെസ്സി ഒന്നും മിണ്ടിയില്ല. അവൾ അവന്റെ മടിയിൽ നിന്ന് പതിയെ എഴുന്നേറ്റു. ഞാൻ നിനക്കൊരു ഭാരമായെന്ന് തോന്നുന്നുണ്ടോ നാഥ്? ജെസ്സിയുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. ജെസ്സി, കാശിയുടെ ശബ്ദമുയർന്നു. അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി. അലറണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല. ആ മോഹം എൻ്റെ മനസ്സിൽ വെച്ചാൽ മതി. അവനെ നോക്കി ചുണ്ടു കോട്ടിക്കൊണ്ട് ജെസ്സി നിലത്തു നിന്നും എഴുന്നേറ്റു. നിനക്ക് കൂടുന്നുണ്ട് ജെസ്സി. ഞാൻ എന്ത് പറഞ്ഞാലും അപ്പോൾ തന്നെ കണ്ണു കുറയ്ക്കുക, കരയുക, ഇങ്ങനെ ഓരോന്ന് പറയുക. ഇതൊക്കെയാണ് ഇപ്പൊ നിന്റെ സ്ഥിരം പരിപാടി. കാശി അവളെ നോക്കി കണ്ണുരുട്ടി. നിന്റെ സംസാരം അങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാനും ഇങ്ങനെ പെരുമാറുന്നത്, അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ. ജെസ്സി ചുണ്ടുകൊട്ടി. ആണോ? അങ്ങനെയാണോ? അവൾക്കടുത്തേക്ക് ചുവട് വെച്ചുകൊണ്ട് കാശി മറ്റെന്തോ ഭാവത്തിൽ ചോദിച്ചു. അവന്റെ വരവ് കണ്ട് അപകടം മണത്ത ജെസ്സി പതുക്കെ തന്റെ ചുവടുകൾ പിറകിലേക്ക് വെച്ചു. നാഥ്, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അവന്റെ കണ്ണുകളിലെ ഭാവം മാറുന്നത് കണ്ട് ജെസ്സി ഉമിനീരിറക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് നിന്നെ നോക്കാൻ പാടില്ലേ ജെസ്സി? പിറകിലേക്ക് നീങ്ങി തൂണിൽ തട്ടി നിന്ന് അവളുടെ ശരീരത്തിലേക്ക് അമർന്നുകൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. നാഥ്. ജെസ്സിയുടെ ശബ്ദം വിറച്ചു. ഇങ്ങനെ വിറയ്ക്കാതെ പെണ്ണെ, ഞാൻ തൊട്ടതല്ലേ ഉള്ളൂ. അവളിലേക്ക് ഒന്നുകൂടി അമർന്നുകൊണ്ട് അവൻ കുസൃതിയോടെ പറഞ്ഞു. ജെസ്സി ഒന്നും മിണ്ടാതെ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഞാൻ പറഞ്ഞത് നിനക്ക് ശരിക്കും വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കുമോളെ. കിച്ചുവിന്റെ കാര്യം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് മറ്റൊന്നിലും എനിക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല. അതിനിടയിൽ നിന്നെ മറന്നുപോകുന്നതല്ല, സാഹചര്യം കൊണ്ട് അകന്നു നിൽക്കുന്നതാണ്. എന്നോട് നിനക്ക് ദേഷ്യമുണ്ടോ? ജെസ്സിയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി കാശി വേദനയോടെ ചോദിച്ചു. അവളെ ഇല്ലെന്ന് തലയനക്കിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവന്റെ കൈകളും അവളെ ചേർത്ത് പിടിച്ചു. നാഥ്. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ജെസ്സി അവനെ വിളിച്ചു. കാശി മൂളി. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ വെറുക്കുമോ? അവനെ ഒന്നുകൂടി മുറുകെ പിടിച്ചുകൊണ്ട് ജെസ്സി പേടിയോടെ ചോദിച്ചു. വെറുക്കാനോ? എന്തിനു? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് കാശി സംശയത്തോടെ ചോദിച്ചു. അത് ഞാൻ നാഥ്, എനിക്കൊരു കാര്യം, പക്ഷേ നീ എന്നെ വെറുക്കരുത്, ഇതെന്റെ അപേക്ഷയാണ്. ജെസ്സി അവനു മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ജെസ്സി, നീ എന്തായി കാണിക്കുന്നത്? നീ വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ കാര്യം പറയടി.
അവളുടെ കൈ ബലമായി പിടിച്ചു താഴ്ത്തിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ജിബിച്ചൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം നാഥ്. ജെസ്സി പറഞ്ഞത് കൂരമ്പ് പോലെ കാശിയുടെ കർണപടങ്ങളിൽ ചെന്നു പതിച്ചു. അവൻ ഞെട്ടലോടെ അവളെ നോക്കി. നീ എന്താ പറഞ്ഞത്? കാശി വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവളോട് ചോദിച്ചു. താൻ കേട്ടത് സത്യമാകരുതേ എന്ന് അവൻ അപ്പോഴും പ്രാർത്ഥിച്ചു. എന്നെ വെറുക്കല്ലേ നാഥ്. എൻ്റെ സ്വാർത്ഥത കൊണ്ട് അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. കൂടപ്പിറപ്പായതുകൊണ്ട് കൂട്ടുനിന്നു പോയതാ ഞാൻ. അതുകൊണ്ടാ നിങ്ങളെയൊക്കെ ഇത്രയും നാൾ ജിബിച്ചനെ അന്വേഷിച്ച് നടക്കുന്നത് കണ്ടിട്ടും ആരോടും ഒന്നും പറയാതിരുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജെസ്സി അവൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി. അപ്പോഴും കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് കാശി. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകി. നാഥ്, നീ എന്താ മിണ്ടാത്തത്? എന്നോട് എന്തെങ്കിലും ചോദിക്കടാ. അവൻ പ്രതികരണമൊന്നുമില്ലാതെ നിൽക്കുന്നത് കണ്ടതും ജെസ്സി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കെഞ്ചി. കൈയെടുക്ക് ജെസ്സി, അവളെ നോക്കി ഭാവഭേദമൊന്നുമില്ലാതെ പറഞ്ഞു കാശി. നാഥ്. ജെസ്സി വിങ്ങലോടെ അവനെ വിളിച്ചു. കൈ എടുക്കടി പുല്ലേ. അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അലറി അവൻ. ജെസ്സി പേടിയോടെ രണ്ടടി പിന്നിലേക്ക് നീങ്ങിപ്പോയി. നാഥ്, ഞാൻ. മിണ്ടിപ്പോകരുത്. എന്തോ പറയാമെന്ന ജെസ്സിയെ തടഞ്ഞുകൊണ്ട് കാശി അവൾക്ക് നേരെ ശബ്ദമുയർത്തി. കൂടെ നിന്ന് ചതിക്കുമായിരുന്നല്ലേ നീയും? ഞങ്ങളെല്ലാം പൊട്ടന്മാരാക്കിക്കൊണ്ട് ആ മോന് കൂട്ടു നിൽക്കുമായിരുന്നല്ലേ നീയും? അല്ലേടി? കാശി അലറി. ജെസ്സി വേദനയോടെ വിളിച്ചു. നിന്നെ പോലെ ഒരുത്തിയാണല്ലോടി ഞാൻ നെഞ്ചിൽ കൊണ്ടു നടന്നത്. അവളോട് ദേഷ്യത്തോടെ പറയുന്നതിനോടൊപ്പം കാശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നാഥ് പ്ലീസ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കൂ. ഞാൻ മനഃപൂർവ്വമല്ല മറച്ചു വെച്ചത്. എന്നോട് ക്ഷമിക്കും നാഥ്. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. എൻ്റെ കിച്ചുവിനെ ഞാൻ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഞാൻ പറയുന്നതൊന്ന് കേൾക്കടാ. ജെസ്സി നിലത്തേക്കിരുന്ന് അവൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ചി, മാറി നിൽക്കടി. തൻ്റെ കാല് വലിച്ചെടുത്തുകൊണ്ട് കാശി പിറകിലേക്ക് നീങ്ങി. ജെസ്സി വേഗം നിലത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റു. നാഥ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലടാ. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ഞാൻ നിങ്ങളെയൊക്കെ ചതിക്കുമോ? എൻ്റെ കിച്ചുവിനെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ഒരാളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയുമോ? പിന്നെ എന്തിന് നീ ഞങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെച്ചു? നിന്റെ മുന്നിലൂടെ അല്ലേ ഞാനും നിന്റെ ഇച്ഛായനും കൂടി അവനെ തേടി നാട് മുഴുവൻ അലഞ്ഞത്. എന്നിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അവൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാമെന്ന്? ഒട്ടും മയമില്ലാത്ത കാശിയുടെ വാക്കുകൾ ജെസ്സിയുടെ ഉടലാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. പറയടി, എന്തിന് നീ ഇത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു? കാശി അവൾക്ക് നേരെ ദേഷ്യത്തോടെ ശബ്ദമുയർത്തി. അത് ഞാൻ പറയുന്നതിലും നല്ലത് നീ കണ്ടു മനസ്സിലാക്കുന്നതല്ലേ നാഥ്. നീ മാത്രമല്ല, ഇച്ഛായന്മാരും കിച്ചുവും കുരിശിങ്കലുള്ള മറ്റുള്ളവരും അത് അറിയണം. ഇനിയും ഒന്നും ഉള്ളിൽ കൊണ്ടു നടക്കാൻ വയ്യ എനിക്ക്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ കുഴങ്ങിയ മനസ്സുമായി നിന്നുപോയി കാശി.